Hello everyone, Nishad Ahmad from Brett's English. How are you today? So welcome to the very first lesson of our online course. നമ്മുടെ ഓൺലൈൻ കോഴ്സിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ ലെസണിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ മനോഹരമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രണ്ട് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്, ഒരു ബേസിക് ലെവൽ, ഒരു അഡ്വാൻസ് ലെവൽ. റെഡി? ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷനുമായി ലിങ്ക് ചെയ്തിട്ട് പഠിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഉറപ്പുവരുത്തുക നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കുന്നുണ്ടെന്ന്, അതോടൊപ്പം തന്നെ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു മെത്തഡാണ്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്. റെഡി? അപ്പം നമുക്ക് പഠിക്കാം. ഈ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് സാധാരണ പറയാറ്? നമ്മൾ പേര് പറയും, സ്ഥലം പറയും, വയസ്സ് പറയും, നമ്മൾ ജോലി പറയും. ഈ ജോലി അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് പറയും, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് പറയും. ദെൻ നമ്മുടെ ഫാമിലി വേണമെങ്കിൽ പറയാം, ഹോബി പറയാം, ഫാമിലി പറയും. സോ ചോയ്സുകളുണ്ട് നമുക്ക്. ഓരോ സ്ഥലവും സാഹചര്യവും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സിബിളായിട്ട് പരിചയപ്പെടുത്താം. സോ ഞാൻ ജാക്കായിട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ മൈ നെയിം ഇസ് ജാക്ക്, നോട്ട് നിഷാദ് അഹമ്മദ് ഫോർ ദ ടൈം ബീയിങ്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന പോലെ നിങ്ങൾ പരിചയപ്പെടുത്തണം. റെഡി? സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ വെൽ എന്ന് പറയുന്നത് റിലാക്സിങ് ഉപയോഗിക്കുന്ന വേർഡാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെൽ, ഐ വുഡ് ലൈക്ക് ടു speak about myself. Once again, well, I would like to speak about myself. ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഓൾറൈറ്റ്, നെക്സ്റ്റ് വൺ. അപ്പം ഇങ്ങനെ തുടങ്ങാം. ഒന്നുകൂടി കാണിച്ച്. well, myself. Ready? Okay, so we can start it. Let's get started. My name is Jack. My name is Jack. ആക്ച്വലി രണ്ട് രീതി പറയാം. ഐ ആം ജാക്ക് എന്ന് പറയാം, അത് നാടൻ സിമ്പിളാണ്. എന്നാൽ മൈ നെയിം ഇസ് ജാക്ക് കുറച്ചുകൂടി ഫോർമലായിട്ട് മാറും. ക്ലിയർ? രണ്ടും ഒന്ന് തന്നെയാണ്. ഐ ആം ജാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനടുത്ത് പരിചയപ്പെടുത്തുമ്പോൾ പറയാം ഐ ആം ജാക്ക്. എന്നാൽ വേറൊരു ഒഫീഷ്യൽ പരിചയപ്പെടുത്തുമ്പോൾ യു കൻ ഗോ ഫോർ മൈ നെയിം ഇസ് ജാക്ക്. കുറച്ച് നീണ്ടു പറയുന്ന അല്ലെങ്കിൽ കുറച്ച് വളഞ്ഞു പറയുന്ന രീതിയാണ് ഒഫീഷ്യൽ, കുറച്ച് അതിൻ്റെ ഫോർമാലിറ്റി കൂടും. എന്നാൽ സിമ്പിളായിട്ട് പറയുന്നതാണത് വെരി ഇൻഫോർമൽ. സോ യു കൻ ഫോർ ഡേ ടു കോൺവെർസേഷൻ യു കൻ ഗോ ഫോർ ഐ ആം ജാക്ക്, ബട്ട് ഇൻ എ ഡീറ്റെയിൽ in a very formal conversation you can go for my name is Jack. All right? Okay. Well, my name is Jack. My name is എന്ന് ചുരുക്കി പറയാം. My names. Well, my name is Jack. I come from UK. I'm from എന്നും പറയാം, I come from എന്നും പറയാം. ഇത് പല രീതിയിൽ പറയാം. വളരെ സിമ്പിളായിട്ട് I am from എന്ന് പറയാം. ഒരിക്കലും never ever say I am coming from ഒന്നൊരിക്കലും പറയരുത്. So I come from UK. ഇനി ഇതിന് പകരം നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ഫ്രേസുകൾ പഠിച്ചു വെക്കാം. കമോൺ. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ UK. അങ്ങനെ പറയാം, ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ UK. അല്ലെങ്കിൽ എങ്ങനെയും പറയാം, ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ UK. ജനിച്ചതും വളർന്നതൊക്കെ UK-ലാണ്. അപ്പോൾ ഇതൊരു അഡ്വാൻസ്ഡ് ആണ്. വളരെ ബേസിക് ലെവലിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഐ കം ഫ്രം UK അല്ലെങ്കിൽ ഐ ആം ഫ്രം UK. വെരി? സോ വ്യത്യസ്തമായ ഫ്രേസുകൾ പഠിക്കും. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓൾറൈറ്റ്? സോ ഇങ്ങനെയാണ് സ്ഥലങ്ങൾ പറയാറ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ നാട് വേറെ സ്ഥലമാണോ? ഫോർ എക്സാമ്പിൾ ഐ ആം ഫ്രം മലപ്പുറം. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്, ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് പറയാം, ഐ കം ഫ്രം മലപ്പുറം ബട്ട് ഐ എം ലിവിങ് അറ്റ് എടപ്പള്ളി. ഐ എം ലിവിങ് അറ്റ് എറണാകുളം. മനസ്സിലായോ? എൻ്റെ നാട് ഐ കം ഫ്രം, എൻ്റെ നാട് മലപ്പുറമാണ്. എന്നാൽ ഐ എം ലിവിങ് അറ്റ് അല്ലെങ്കിൽ ഐ എം റിസൈഡിങ് അറ്റ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഐ എം സ്റ്റേയിങ് അറ്റ് എറണാകുളം. അങ്ങനെ പറയാറ്. ക്ലിയർ? അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിനൊക്കെ ഐ എം റിസൈഡിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം സ്റ്റേയിങ് അറ്റ്. ഓൾറൈറ്റ്? ഓക്കെ. ഐ കം ഫ്രം മലപ്പുറം ബട്ട് ഐ എം സ്റ്റേയിങ് അറ്റ് എടപ്പള്ളി. ക്ലിയർ? ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് എ ജോബ്. ജോബിന് മുമ്പ് നമ്മൾ വയസ്സ് പറയാം. ഐ ആം 30 years old. എനിക്ക് 30 വയസ്സായി. ഐ എം 30 years old. ഓൾറൈറ്റ്? വയസ്സ് അങ്ങനെ പറയാം. ഐ ആം എ ടീച്ചർ ബൈ പ്രൊഫഷൻ. ഞാൻ ടീച്ചറാണ്. ആക്ച്വലി ബൈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ചേർക്കുന്ന വാക്ക് മാത്രമേ ഉള്ളൂ. അതൊരു ഫ്രേസ് മാത്രമേ ഉള്ളൂ. അത് ഭംഗിയുണ്ട്, അത് ഉപയോഗിക്കാം. ഐ ആം എ ടീച്ചർ ബൈ പ്രൊഫഷൻ. ജോലി പറയുമ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെയാണ് പറയാറ്. അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ എ ടീച്ചർ. കുറച്ച് കാലമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 5 years. യു കൻ സേ ഐ ഹാവ് ബീൻ. ക്ലിയർ? ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 5 years. ഞാൻ 5 വർഷം ടീച്ചറാണ്. Go for that. All right? So once again, well, my name is Jack. I come from UK. I'm 30 years old. I'm a teacher by profession. Clear? ഇനി നമ്മുടെ അടുത്ത ഫാമിലിയാണ് പരിചയപ്പെടുത്തുന്നത്. ഫാമിലി പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾക്ക് വളരെ ബേസിക് രീതിയിൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് ഫാദർ, മദർ, അങ്ങനെയൊക്കെ പരിചയപ്പെടുത്താം. ഇനി ഒരു സ്റ്റാൻഡേർഡ് പരിചയപ്പെടുത്താൻ ഇങ്ങനെ പറയാം, ഐ come from a large family. I come from a large family. ആക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? I come from a large family. We are 6 of us.
ഞങ്ങൾ 6 പേരാണ്. എൻ്റെ വലിയ കുടുംബമാണ്. ഐ കം ഫ്രം എ ലാർജ് ഫാമിലി. വി ആർ 6 of us. ഞങ്ങൾ 6 പേരാണ്. വി ആർ 6 of us. ഇപ്പം നമ്മൾ 2 പേരാണ് വി ആർ 2 of us എന്നാണ് പറയാം. മറ്റേത് there are അടങ്ങാറാവേണ്ട ആവശ്യമില്ല. വി ആർ 6 of us. Alright? I have father, mother and 3 siblings. I have father, mother and 3 siblings. Alright? എനിക്ക് കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട്. I'm married with a kid. I'm married with a kid. ഇനി I'm married and I have a kid എന്നൊക്കെ പറയാം. പക്ഷെ സിമ്പിൾ ആയിട്ട് I'm married with a kid. I'm married with a kid എന്ന് പറയുമ്പോൾ കുട്ടിയാണ്. കുട്ടികളുള്ള കല്യാണം കഴിച്ചു എന്നല്ല അർത്ഥം. എനിക്ക് കല്യാണം കഴിച്ച കുട്ടിയാണെന്ന് അർത്ഥം. എന്നാൽ നിങ്ങൾ കല്യാണം കഴിച്ച ആളെ പറയണമെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറെ പറയണമെങ്കിൽ you can say I'm married to. For example, I'm married to Mary. മാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. You can go for that. Ready? So that's about a family. And when it comes to hobbies, ഹോബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാം? പല രീതിയിൽ പറയാം. ഒന്നെങ്കിൽ മൈ ഹോബി ഈസ് എന്നൊക്കെ പറയാം. ബട്ട് ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ്. ജനറലി നിങ്ങൾക്ക് പറയാം ഐ ലൈക്ക് ഓർ ഐ ലവ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ പറഞ്ഞേ ഐ ലവ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഇതിലൊന്നും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക് റീഡിങ് ആൻഡ് ട്രാവലിംഗ്. നിങ്ങൾ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ ലൈക്ക് മ്യൂസിക് റീഡിങ് ആൻഡ് ട്രാവലിംഗ്. That's all. So once again, well, my name is Jack. Well, I would like to speak about myself. My name is Jack. I come from UK. I'm 30 years old. I'm a teacher by profession. About my family, I come from a large family. We are 6 of us. I have father, mother and 3 siblings. I'm married with a kid. I like music, reading and traveling. You got it? And additional കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, നിങ്ങൾ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാണ്. ആദ്യമായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ യു കൻ സേ ഫോർ എക്സാമ്പിൾ ഞാൻ BCom കഴിഞ്ഞാണ്. അങ്ങനെ പറയും I'm a graduate in commerce. ഞാൻ BCom കഴിഞ്ഞ ആളാണ്. I'm a graduate. അല്ലെങ്കിൽ I'm a post graduate in commerce. ഞാൻ MCom കഴിഞ്ഞ ആളാണ്. അല്ലെങ്കിൽ you can also say I'm graduated in commerce എന്ന് പറയാം. അല്ലെങ്കിൽ I'm post graduated in commerce എന്ന് പറയാം. BCom. അപ്പോൾ അങ്ങനെയാണ് സാധാരണ പറയാറ്. ഇനി ഡിപ്ലോമ ആണെങ്കിൽ എനിക്ക് പറയാം I hold a diploma in dash. For example, I hold a diploma in electricals or electronics, you can say. Alright? ഇനി നിങ്ങൾ 10th ക്ലാസ് ഗുസ്തി ആണെങ്കിൽ you can say I have completed my high schooling. I have completed my high schooling. എൻ്റെ 10th ക്ലാസ് കഴിഞ്ഞു. I completed SSLC എന്ന് പറയുന്നത് ഒരു പഞ്ചിങ് ഇല്ല അല്ലേ? എന്നാൽ I have completed my high schooling എന്ന് പറയുമ്പോൾ കുറച്ച് പഞ്ചിങ് ആയി. ഇനി +2 കഴിഞ്ഞാണെങ്കിൽ you can say I have completed my higher secondary schooling. എനിക്ക് പറഞ്ഞ ഭംഗിയായി. 4th ക്ലാസ് ഗുസ്തിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയാം I have completed my lower primary education എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു സ്റ്റാൻഡേർഡായി തോന്നും. ഓൾറൈറ്റ്? ദെൻ ഇവിടെ ഹോബിയെ പറ്റി പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ് ലെവലിൽ പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം well, I'm the kind of person who economizes my spare time. എൻ്റെ ഒഴിവ് സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. നമ്മൾ തന്നെയാണല്ലോ തള്ളേണ്ടത്. സോ I'm the kind of person who economizes my spare time. എൻ്റെ ഒഴിവ് സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? I'm interested in music, reading and traveling എന്നൊക്കെ പറയാം. Alright? Then എൻ്റെ ഫാമിലിയിൽ ഒരേ ഒരു മകനാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ ഒരേ ഒരു മകനാണ്. ഇംഗ്ലീഷ് ഞാൻ പറയും I'm the only son of my parents. I'm the only son. ഇത് ഇൻ്റർവ്യൂക്ക് ആവശ്യമില്ല, നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കേണ്ട കുറച്ച് ഫ്രേസുകളാണ്. I'm the only son of my parents. എൻ്റെ പാരൻസിന് ഒരു മകനാണ്. ഇനി ഒരു കുട്ടിയാണെങ്കിൽ I'm the only child of my parents. എൻ്റെ പാരൻസിൻ്റെ ഒരു കുട്ടിയാണ്. Got it? ഇനി നിങ്ങൾ കുറച്ചുകൂടി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ you can say, for example, there are a lot of things on my bucket list. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഉണ്ടോ, അതിൻ്റെ പേരാണ് ബക്കറ്റ് ലിസ്റ്റ് എന്നാണ് പറയാറ്. സോ there are so many things on my bucket list. Traveling, for example, you can say traveling around the globe, visiting Dubai. Have been on my bucket list for long. ഒരുപാട് കാലമായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. എൻ്റെ ആഗ്രഹത്തിൻ്റെ പട്ടികയിൽ അത് കിടക്കുന്നുണ്ട്. അതിന് ബക്കറ്റ് ലിസ്റ്റ് ആണ് പറയാം.
And you can say I'm into Facebook. I'm into social media. I love Facebook music. I love Facebook and Instagram. I'm into എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. സോ I'm into social media. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. I'm into social media. I'm a Facebooker. I'm a WhatsApper. I'm an Instagrammer. വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്ക് വാട്സപ്പർ എന്ന് പറയാം. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് ഫേസ്ബുക്കർ എന്ന് പറയാം. So I'm into social media. I'm a Facebooker. I'm an Instagrammer. You can go for this kind of phrase vocabulary. Interesting. And teaching has been my consuming passion. Teaching എൻ്റെ എല്ലാം എൻ്റെ പാഷൻ അതാണെന്ന് പറയുമ്പോൾ you can say teaching has been my consuming passion. ഓൾറൈറ്റ്, ഇതൊക്കെ അഡീഷണലി നമ്മളെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസുകളും സെൻറ്റൻസുകളാണ്. അതൊന്നും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ആവശ്യമില്ല എങ്കിൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് മാത്രം. ആൻഡ് ഐ ഹോപ്പ് യു ലവ്ഡ് ഇറ്റ്. എനിവേ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്ന് പഠിച്ച ഒരുപാട് ഫ്രേസുകൾ പഠിച്ചു. ഇതെല്ലാം പഠിച്ചു വെക്കുക, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കി വെക്കുക. ഏത് സമയത്തും നിങ്ങളെ പറ്റി പറയാൻ നിങ്ങൾ റെഡി ആയിരിക്കുക. എനിവേ, ഇഫ് യു ലവ് ദ വീഡിയോ, please like it and share with your friends and keep supporting. Subscribe to the channel and we'll be uploading more interesting videos. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രെഡ്സ് ഇൻ ഇംഗ്ലീഷിൻ്റെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 7-day റെസിഡൻഷ്യൽ ട്രെയിനിങ് സെൻ്ററായ ബ്രെഡ്സിൻ്റെ ഈ 7-day ക്യാമ്പുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കാം. എന്തായാലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണ് ബ്രെഡ്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ നിറസാന്നിധ്യമാണ്. സോ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ്, join us for better, happy English and experience. And see you with another video. Bye-bye.